ഹായ് ഗായ്സ്, സീരിയലിൻ്റെ ഇന്നത്തെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ സ്നേഹപൂർവ്വം ശ്യാമ എന്ന സീരിയലിൻ്റെ ഇന്നത്തെ റിവ്യൂ ആണ്. അങ്ങനെ നമ്മുടെ ശ്യാമയും രാധികയും കൂടി ഒരുമിച്ച് അവർ നേരിട്ട് കാണാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അങ്ങനെ അവൾ നേരത്തെ തന്നെ അമ്പലത്തിൽ എത്തിയിട്ടുണ്ട്. ഹാരതി ആണെങ്കിൽ അതിന് മുന്നേ തന്നെ എത്തിയിട്ടുണ്ട്. ഹാരതി അവളെ ഒന്ന് കളിപ്പിക്കുന്നൊക്കെ ഉണ്ട്. അയ്യോ ശ്യാമ പോയി, ഇനി എന്താ ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ട് അവളാകെ ടെൻഷൻ അടിപ്പിക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും അവർ ആ തമാശയൊക്കെ കഴിഞ്ഞ് അങ്ങനെ കാത്തിരിക്കുകയാണ് ശ്യാമനെ. ആ സമയത്ത് ശ്യാമ അങ്ങ് ഇറങ്ങി വരികയാണ്. അപ്പോൾ ഓൾറെഡി ഒരു ഫേമസ് ആയിട്ടുള്ള ഒരാൾ എവിടെയെങ്കിലുമൊക്കെ വന്നാൽ ഒരുപാട് ഫാൻസൊക്കെ വന്നിട്ട് ഫോട്ടോ എടുക്കലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സാധാരണ നടക്കുന്നതാണല്ലോ. അതുപോലെ തന്നെ അങ്ങ് നടക്കുകയാണ്. അപ്പോൾ ഒരുപാട് ഫാൻസൊക്കെ ശ്യാമയുടെ അടുത്തേക്ക് കാറിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് തന്നെ ഓടി വന്നിട്ട് ഫോട്ടോ എടുക്കുന്നുണ്ട്, അതുപോലെ സംസാരിക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ആളുകളങ്ങനെ ശ്യാമയുടെ ചുറ്റും കൂടിയിരിക്കുകയാണ്. അപ്പോൾ ആരതി പറയുന്നുണ്ട്, അതാ ശ്യാമ മാഡം വന്നു എന്നൊക്കെ പറയുമ്പോൾ രാധിക നേരെ ശ്യാമനെ നോക്കുകയാണ്. അപ്പോൾ ശ്യാമനെ അവൾ ആദ്യമായിട്ടല്ല രണ്ടാമതാണെങ്കിലും ശ്യാമ അവൾ മുഖാമുഖം കാണുന്നത് ഇത് ആദ്യമായിട്ടായിരിക്കും. അപ്പോൾ ഇവളിങ്ങനെ ഭയങ്കര അത്രയും ആരാധിക്കുന്ന ഒരാൾ മുന്നിൽ വന്ന് നിൽക്കുന്നതൊക്കെ കണ്ട് ഭയങ്കരമായിട്ട് സന്തോഷിക്കുകയാണ്. ഇവളിങ്ങനെ തുള്ളിച്ചാടുകയാണ് അവൾ അവിടെ നിന്നിട്ട്. അപ്പോൾ അവൾ ശ്യാമനെ തന്നെ അങ്ങനെ നോക്കി നിൽക്കുകയാണ്. ശ്യാമയാണെങ്കിൽ ഒരുപാട് ഫാൻസിനോട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഫോട്ടോ എടുക്കുന്നുണ്ട്. അങ്ങനെയുള്ള ആ ഒരു സംസാരം എന്തൊക്കെ ഇങ്ങനെ ഇവളങ്ങനെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് അവസാനം ശ്യാമ ഇങ്ങനെ പറയുന്നുണ്ട്, ഇനി പിന്നെ എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും പറഞ്ഞു വിടുന്നൊക്കെ ഉണ്ട്. അവൻ പറഞ്ഞു വിട്ട് ശ്യാമ ഇങ്ങനെ വരികയാണ്. ശ്യാമയുടെ കൂടെ ഒരു പെങ്കൊച്ചും ഉണ്ട്, അവരുടെ കൂടെയാണ് ശ്യാമ വന്നിട്ടുള്ളത്. അപ്പോൾ ആ പെങ്കൊച്ചിനെയും കൂട്ടി ഇങ്ങനെ ശ്യാമ വരികയാണ്. അപ്പോൾ ശ്യാമ വരുമ്പോൾ രാധികക്ക് പിന്നെ അവിടെ നിക്കപ്പുറത്ത് കിട്ടുന്നില്ല. രാധിക വേഗം ശ്യാമയുടെ അടുത്തേക്ക് അങ്ങ് ഓടുകയാണ്. അപ്പോൾ ശ്യാമയും രാധികയും മുഖാമുഖം അങ്ങനെ അടുത്ത് വന്ന് അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ നിന്ന് കഴിഞ്ഞിട്ട് ശ്യാമയുടെ മനസ്സിൽ എന്താണെന്ന് വെച്ചാൽ അവളെ ഒന്ന് കെട്ടിപ്പിടിക്കണം എന്നുള്ള നല്ല ഒരു ടെൻഡൻസി ശ്യാമക്കുണ്ട്. പക്ഷേ ശ്യാമ എങ്ങനെ ഒരു പരിചയമില്ലാത്തൊരു പെൺകുട്ടിയാണ് എന്നുള്ളൊരു മട്ടിലാണല്ലോ, പിന്നെ സ്വന്തം മകൾ അല്ല എന്നുള്ള ഒരു ജസ്റ്റ് ഒരു ആരാധിക എന്നുള്ള മട്ടിലാണ് അവിടെ നിൽക്കേണ്ടത്. സ്വന്തം മക്കളായിട്ടുള്ള ആ ഒരു എക്സ്പ്രഷനൊന്നും അങ്ങനെ പുറത്തെടുക്കാനും പറ്റത്തില്ല എന്നുള്ള ഒരു ഭയങ്കരമായിട്ടുള്ളൊരു നിസ്സഹായാവസ്ഥയിൽ ശ്യാമ അങ്ങനെ നിൽക്കണം. ശ്യാമയുടെ കൈയൊക്കെ ഒന്ന് കെട്ടിപ്പിടിക്കണം എന്നുള്ള ആ ഒരു ടെൻഡൻസി നന്നായിട്ടുണ്ട്. എങ്ങനെയെങ്കിലും തൻ്റെ മകളെ ഒന്ന് വാരി പുണരണം എന്നുള്ള ഒരു ടെൻഡൻസിയാണ് ശ്യാമക്ക്. പക്ഷേ ശ്യാമ അതൊക്കെ ഒന്ന് ഒതുക്കി പിടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ രാധികയാണെങ്കിൽ രാധികയ്ക്ക് മുന്നിൽ നിൽക്കുന്ന അത്രയും ആരാധിക്കുന്ന വലിയൊരു പാട്ടുകാരിയാണ്. അവൾ ഒരുപാട് ട്രൈ ചെയ്തിട്ടും ഇതുവരെ കാണാൻ കഴിയാത്ത ഒരാളാണ് ആ മുന്നിൽ നിൽക്കുന്നതെന്നുള്ള നല്ല ബോധം അവൾക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവളും ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ ഇവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ തൊട്ട് നോക്കലും തലോടലും എല്ലാം ഉണ്ട്. അവസാനം ശ്യാമ അവളെ ഇങ്ങനെ കെട്ടിപ്പിടിക്കുകയാണ്. അപ്പോൾ കെട്ടിപ്പിടിക്കുക ആദ്യമായിട്ടാണ് സ്വന്തം മുഖംമൂടിയൊന്നും ഇല്ലാതെ നേരിട്ട് ആ സ്വന്തം ശ്യാമയുടെ രൂപത്തിൽ ശ്യാമ അവളെ കെട്ടിപ്പിടിക്കുന്നത്. അപ്പോൾ ഇവളിങ്ങനെ കെട്ടിപ്പിടിക്കുന്ന ഒരുപാട് നേരം അവരങ്ങനെ കെട്ടിപ്പിടിച്ച് നിൽക്കുകയാണ്. അവസാനം ശ്യാമനോട് ഇങ്ങനെ ഇവൾ പറയണം, ഞാൻ ശ്യാമ മാഡത്തിൻ്റെ വലിയൊരു ആരാധികയാണ്, ശ്യാമ മാഡം എനിക്ക് പാട്ട് പാടാനൊക്കെ അവസരം തന്നിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ ശ്യാമ പറയുന്നുണ്ട്, എനിക്കറിയാം, സിനിമയിലൊക്കെ പാടിയിട്ടുണ്ടല്ലേ, നന്നായിട്ട് പാടിയിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ ഇവരിങ്ങനെ കുശലം സംസാരിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ എന്തായാലും അമ്പലത്തിലുള്ള എല്ലാവരും നോക്കിക്കാണുന്നത്. കാരണം ഒരു വലിയൊരു സെലിബ്രിറ്റിയാണ് അവിടെ അമ്പലത്തിൽ എത്തിയിട്ടുള്ളത്. അപ്പോൾ അവരെല്ലാവരും ഇങ്ങനെ ഇവർ ശ്യാമ മാഡത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ്. അപ്പോൾ കാത്തിരുന്ന് വന്ന ഒരാളാണ്. അപ്പോൾ ഇവരെ പോലെ തന്നെ മറ്റൊരു പെൺകുട്ടി അവരുടെ കൂടെ നിന്നിങ്ങനെ സംസാരിക്കുകയാണ്. അപ്പോൾ ഇവരെ രണ്ടുപേരെയും കണ്ടിട്ട് അവിടെ ആളുകളൊക്കെ എങ്ങനെ സംസാരിക്കാണ്, ഇതെന്താ ഒരുപോലെ ഇരിക്കുന്നു, കണ്ടാലിതെന്താ അമ്മയും മകളും താണെന്നേ തോന്നത്തുള്ളൂ, എന്തൊരു സാമ്യതയാണ് ഇവർ രണ്ടുപേരും എന്നൊക്കെ ഇങ്ങനെ അവിടെ ചുറ്റും കൂടി ആളുകളൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ശ്യാമക്കാണെങ്കിൽ അത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ശ്യാമ ഇങ്ങനെ പറയാൻ നിൽക്കുകയാണ്, അയ്യോ ഇത് എൻ്റെ സ്വന്തം മകൾ തന്നെയാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു നല്ലൊരു ടെൻഡൻസിയൊക്കെ എന്തായാലും ശ്യാമക്ക് ഉണ്ട്. പക്ഷേ ആരതി ഇങ്ങനെ അവളോട് ഇങ്ങനെ ആംഗ്യം കാണിക്കുന്നുണ്ട്, പറയരുത്, ഈ അവസരത്തെ പറയരുത് എന്നൊക്കെ ഇങ്ങനെ അവരോട് ആംഗ്യം കാണിക്കുമ്പോൾ പിന്നെ ശ്യാമ അതങ്ങ് നിർത്തുകയാണ്. കാരണം ശ്യാമക്ക് നന്നായിട്ട് ആഗ്രഹമുണ്ട് അതൊന്ന് തുറന്ന് പറയാൻ. പക്ഷേ ആ ഒരു കണ്ടീഷൻ അതായതുകൊണ്ടും ഇനി രാധിക എങ്ങാനും ആ കാര്യം അറിഞ്ഞ് വെറുത്ത് പോകുമെന്നുള്ള ആ ഒരു നല്ല പേടിയുണ്ട്. ആ പേടി കൊണ്ട് തന്നെ അവരത് പറയാതെ അങ്ങനെ പിടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ അവിടെയുള്ള ആളുകളൊക്കെ ഇങ്ങനെ ചോദിക്കുന്നൊക്കെ ഉണ്ട്, ഇതെന്താ അമ്മയും മകളാണോ, ഇതുപോലെ ഒരുപോലെ ഇരിക്കുന്ന ആളുകളെ കണ്ടിട്ടേ ഇല്ല എന്നൊക്കെ ഇങ്ങനെ ഇവരിങ്ങനെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ എന്തായാലും ആ പൂജാരി അവസാനം അങ്ങോട്ട് വരികയാണ്. അപ്പം പൂജാരി വന്നിട്ട് കാര്യങ്ങളിങ്ങനെ ശ്യാമനോട് സംസാരിക്കുകയാണ്. ശ്യാമ മാഡം വന്നോ, എന്തായാലും ഇവിടെയുള്ള ചുറ്റുകൂടിയ ആളുകളൊക്കെ നിന്നോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുമായിരുന്നു, നിന്നെ കാണാൻ വേണ്ടി കാത്തിരുന്നവരെല്ലാവരും എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ശ്യാമ പറയുന്നുണ്ട്, എനിക്കറിയാം, ഞാൻ ആദ്യം അവരോട് സംസാരിക്കുന്നതിന് മുന്നേ ഞാനൊന്ന് തൊഴുതിട്ട് വരാം എന്നൊക്കെ പറഞ്ഞിട്ട് അവളെയും കൂട്ടി അങ്ങ് തൊഴുകാൻ പോവാണ്. അപ്പം ഈ നടയിലെത്തി ഇങ്ങനെ തൊഴുത് പ്രാർത്ഥിക്കുകയാണ്. ശ്യാമയും രാധികയും കൂടിയിട്ട് ഒരുമിച്ച് അങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ശ്യാമ ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്,
ദൈവമേ, ആദ്യമായിട്ടാണ് ഞാൻ എൻ്റെ മകളുടെ മുന്നിൽ അതൊരു മുഖം മൂടിയൊന്നും ഇല്ലാതെ ശരിക്ക് കാണുന്നത് തന്നെ. അപ്പോൾ ആ ഒരു അനുഗ്രഹം തന്നതിന് വലിയൊരു ഭാഗ്യം തന്നെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ ആ ഒരു അവസരത്തിന് ഇങ്ങനെ ഒരു ഭാഗ്യമാക്കി കണ്ടിങ്ങനെ സംസാരിക്കുകയാണ്. അപ്പോൾ ഇത്രയും വലിയൊരു അവസരമാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്, അതും സ്വന്തം മകളുടെ മുന്നിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ നിൽക്കുന്നത് എന്നൊക്കെ അങ്ങനെ പറയുന്നൊക്കെ ഉണ്ട്. പക്ഷേ അതേ സ്ഥാനത്ത് നമ്മുടെ രാധിക പ്രാർത്ഥിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അവൾ പറയുന്നുണ്ട്, ഭഗവാനെ, ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു ആഗ്രഹം ചോദിച്ചിട്ട് അത് സാധിച്ചു തന്നത്. ഇനി എനിക്ക് ഇതിൽ കൂടുതൽ വലിയ ഒന്നുമില്ല. ഇത്രയും വലിയ ആഗ്രഹമാണ് ഇപ്പോൾ സാധിച്ചത്. അതുകൊണ്ട് ഇതിലും വലിയൊരു ആഗ്രഹം ഇനി എൻ്റെ ജീവിതത്തിലൊന്നും നടക്കാനില്ല. അത്രയും ഭാഗ്യമാണ് തന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു നന്ദിയാണ് അവൾ പ്രകടിപ്പിക്കുന്നത്. അപ്പോൾ ഇവരിങ്ങനെ പ്രാർത്ഥിച്ച് ഇങ്ങനെ അവസാനം ഇവർ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് തിരിഞ്ഞ് നിൽക്കുന്ന സമയത്ത് ഈ പൂജാരി പറയുന്നുണ്ട്, ശ്യാമേ, ഇവർക്ക് എല്ലാവർക്കും കൂടി ഇവിടുന്ന് ഒരു ഭഗവാന്റെ ഒരു കൃഷ്ണഭക്തി ഗാനം കേൾക്കണം എന്നാണ് എല്ലാവർക്കും ആഗ്രഹം. അതുകൊണ്ട് അതൊന്ന് പാടുമോ എന്നൊക്കെ അങ്ങനെ പറയാണ്. അപ്പോൾ ശ്യാമക്ക് ആദ്യം ഒരു ടെൻഷനാവാണ്. അങ്ങനെ ഒരു പബ്ലിക്കായിട്ടുള്ളൊരു ഏരിയയിൽ നിന്ന് അതൊരു പാട്ട് പാടാൻ വേണ്ടി വന്നതല്ലെങ്കിൽ ഒരു തയ്യാറെടുപ്പും ഇല്ലാതെ പെട്ടെന്ന് പാടുക എന്നൊക്കെ അങ്ങനെ പറയുമ്പോൾ ഉള്ള ആ ഒരു ടെൻഷനൊക്കെ എന്തായാലും ശ്യാമക്കുണ്ട്. അപ്പോൾ ശ്യാമ പറയുന്നുണ്ട്, അയ്യോ ഇവിടുന്നോ ഇപ്പോഴോ എന്നൊക്കെ ഇങ്ങനെ അവരൊന്ന് തപ്പി പിടിക്കുകയാണ്. വേണ്ട എന്നുള്ള ഒരു ആദ്യത്തെ ഒരു പ്രകടനമൊക്കെ കാണിക്കുന്നുണ്ട് ശ്യാമ. അപ്പോൾ അവരൊക്കെ നിർബന്ധിപ്പിക്കുകയാണ്. അവിടെയുള്ള ചുറ്റുമുള്ള ആളുകളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്, ശ്യാമയുടെ പാടണം. കാരണം അത്രയും വലിയൊരു പാട്ടുകാരനെ അവരെ മുന്നിൽ കിട്ടിയിട്ട് പിന്നെ എന്തായാലും വെറുതെ വിടില്ല എന്ന് ഉറപ്പല്ലേ. അപ്പോൾ ഇവരെല്ലാവരും കൂടി നിർബന്ധിപ്പിച്ച് പാട്ട് പാടിപ്പിക്കുകയാണ്. ഞാൻ എന്തായാലും ശ്യാമ വീയാണ്. ഓക്കെ, ഞാൻ പാടാം, ഈ അവസരത്തിൽ ഞാൻ പാടാം. പക്ഷേ എൻ്റെ കൂടെ പാടാൻ വേണ്ടിയിട്ട് രാധികയും കൂടി എൻ്റെ കൂടെ പാടണം എന്നൊക്കെ ഇങ്ങനെ രാധികനോട് പറയുമ്പോൾ രാധിക അങ്ങ് ഞെട്ടാണ്. അപ്പോൾ രാധിക പറയുന്നുണ്ട്, അത്രയും വലിയ ഭാഗ്യമൊക്കെ എനിക്ക് ഉണ്ടാകുമോ? ഇത്രയും വലിയൊരു പാട്ടുകാരിയുടെ കൂടെ ഒക്കെ ഇങ്ങനെ പാടാൻ വേണ്ടിയിട്ടില്ല, അത്ര വലിയ ഭാഗ്യവതിയൊന്നും അല്ല ഞാൻ എന്നൊക്കെ അവൾ ആ ഒരു അവസരം ഇങ്ങനെ വിശ്വസിക്കാതെ നിൽക്കുകയാണ്. ഇങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ള മട്ടിൽ, ഇതൊന്നും യാഥാർത്ഥ്യമല്ല എന്നുള്ള രീതിയിലാണ് എന്തായാലും രാധിക നിൽക്കുന്നത്. കാരണം അത്രയും വലിയ ആരാധിക്കുന്ന ഒരു പാട്ടുകാരിയാണ്. അവളോട് മുന്നിൽ നിന്നിട്ട് അവളോട് പറയാണ്, എൻ്റെ കൂടെ ഒന്ന് പാട്ട് പാടുക എന്നൊക്കെ ചോദിച്ചാൽ അതിനും വലിയൊരു അവസരം വേറെ ഇല്ലല്ലോ. അപ്പോൾ ശ്യാമനോട് ഇങ്ങനെ ഇവൾ പറയുന്നുണ്ട്, ഞാൻ അത്ര വലിയ ഭാഗ്യമുള്ള ആളൊന്നും അല്ലല്ലോ, പിന്നെ ഇതൊക്കെ യാഥാർത്ഥ്യമാണോ എന്നുള്ള മട്ടിലൊക്കെ ഇവളിങ്ങനെ ഓരോ സംസാരിക്കുമ്പോൾ ശ്യാമ പറയുന്നുണ്ട്, നിൻ്റെ പാട്ട് നല്ല ഭംഗിയുണ്ട്, നിൻ്റെ ശബ്ദവും നല്ല രസമുണ്ട്, അപ്പോൾ നീ എൻ്റെ കൂടെ പാട്ട് പാടണം എന്നൊക്കെ പറഞ്ഞിട്ട് ശ്യാം എന്തായാലും നിർബന്ധിപ്പിക്കുകയാണ്. അപ്പോൾ രാധിക പറയുന്നുണ്ട്, ഓക്കെ, ഞാൻ പാടാം, ഇതെൻ്റെ ഒരു വലിയൊരു ഭാഗ്യമാണ് എന്നൊക്കെ ഇങ്ങനെ രാധിക പറയാണ്. അപ്പോൾ ശ്യാം എല്ലാവരോടും പറയുന്നുണ്ട്, എൻ്റെ കൂടെ ഇവളും പാട്ട് പാടുന്നുണ്ട്, ഇവളും നല്ലൊരു പാട്ടുകാരിയാണ്, സിനിമയിലൊക്കെ പാടിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇവളൊക്കെ അവർക്കൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ രാധികനെ. അപ്പോൾ ആളുകളെല്ലാവരും കൂടി ഇവർ പാട്ടിങ്ങനെ കേൾക്കാൻ നിൽക്കുകയാണ്. കാരണം ഒരുപോലെ ഇരിക്കുന്ന രണ്ടുപേരും ഇങ്ങനെ ഒരുമിച്ചിരുന്ന് പാട്ട് പാടുകയാണ്. അപ്പോൾ ഇവരിങ്ങനെ നല്ല മനോഹരമായിട്ട് അങ്ങനെ പാട്ട് പാടുന്നൊക്കെ ഉണ്ട്. അപ്പോൾ പാടി അങ്ങനെ ഒരുപാട് നേരം ഇങ്ങനെ പാട്ടൊക്കെ പാടി കഴിഞ്ഞതിന് ശേഷം ആളുകളെല്ലാവരും പ്രോത്സാഹിപ്പിക്കുകയാണ്, കൈയടിച്ചിങ്ങനെ അവരെ അഭിനന്ദിക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ രണ്ടുപേർക്കും ഭയങ്കരമായിട്ട് സന്തോഷമാവാണ്. അപ്പോൾ അവിടെ നിന്ന് ആളുകൾ ഇങ്ങനെ പറയുന്നുണ്ട്, സാമ്യം മാത്രമല്ലല്ലോ, ശബ്ദം പോലും ഒരുപോലെ ഇരിക്കുന്നുണ്ടല്ലോ, ഇവരുടെ മുഖരൂപവും ഒരുപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവല്ലോ ആളുകൾക്ക്, അതുപോലെ തന്നെ ശബ്ദം, എങ്ങനെ ഇത് ഈ രണ്ട് ശബ്ദങ്ങളും തിരിച്ചറിയാം, എന്തൊരു രസമാണ് പാട്ട് പാടാനേ എന്നൊക്കെ പറഞ്ഞിട്ട് അടുത്തുള്ള ആളുകളൊക്കെ ഭയങ്കരമായിട്ട് അങ്ങനെ പൊക്കി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തൊരു മധുരമായ ഗാനം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ചുറ്റുമുള്ളവരൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നത് കണ്ടിട്ട് തന്നെ ഇവർക്ക് ഭയങ്കര എക്സൈറ്റഡ് ആവാണ്. ശ്യാമക്കാണ് ഏറ്റവും കൂടുതൽ. കാരണം മകളുടെ കൂടെ ഇരുന്ന് അന്ന് പാട്ട് പാടിയതും എല്ലാം ഇന്ന് നടന്ന എല്ലാ കാര്യം കൊണ്ട് അവരുടെ ജീവിതത്തിലുള്ള ആദ്യമായി നടക്കുന്ന കാര്യങ്ങളും അവർ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച കാര്യങ്ങളുമാണ്. അതുകൊണ്ട് തന്നെ ആ പ്രോത്സാഹനമൊക്കെ കേൾക്കുമ്പോൾ ഇവർക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു സ്ത്രീ ഇരുന്നിട്ട് ചോദിക്കുന്നുണ്ട്, അല്ല, നിങ്ങൾ രണ്ടുപേരും അമ്മയും മകളൊക്കെ തന്നെയാണോ? പാട്ടും ശബ്ദവും എല്ലാം ഒരുപോലെ ഇരിക്കുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ശ്യാമ അങ്ങനെ ഇവളെൻ്റെ സ്വന്തം മകൾ തന്നെയാണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് അതിന് ഇവളെൻ്റെ മകൾ എന്നൊക്കെ പറഞ്ഞ് അങ്ങ് നോക്കുന്നത് തന്നെ ആരതിയുടെ മുഖത്തേക്കാണ്. അപ്പോൾ ആരതി പറയുന്നുണ്ട്, ഇപ്പോൾ പറയല്ലേ എന്നിങ്ങനെ മെല്ലെ ആക്ഷൻ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇപ്പോൾ പറഞ്ഞാളെങ്ങാനും ഇവളങ്ങ് ഉപേക്ഷിച്ച് പോയാലോ, അങ്ങ് വെറുത്ത് പോയാലോ എന്നുള്ള ആ ഒരു പേടിയുള്ളതുകൊണ്ട് സിറ്റുവേഷൻ ഇതല്ല, നമുക്ക് കുറച്ചുകൂടി വെയിറ്റ് ചെയ്യാം, ഇനി നല്ല ഇവളുടെ ഒരു മൈൻഡ് സെറ്റൊക്കെ മാറ്റി എടുത്തിട്ട് ഒരു അമ്മ എന്താണ്, എങ്ങനെ നഷ്ടപ്പെട്ടു എന്നുള്ള ആ ബാക്ക് സ്റ്റോറിയൊക്കെ ഒന്ന് അവൾക്ക് പഠിപ്പിച്ച് കൊടുത്തിട്ടോ അറിയിച്ചിട്ടോ ഒക്കെ ഒരു അവസരം വരുമ്പോൾ പറയാം, അല്ലാതെ എടുത്ത് ചാടി ഇങ്ങനെയൊന്നും ചെയ്യരുത് എന്നൊക്കെ ഇങ്ങനെ ഉള്ള ആ ഒരു സൂചനയാണ് എന്തായാലും ആരതി അങ്ങ് കൊടുത്തത്. അപ്പോൾ ആരതി അങ്ങനെ പറഞ്ഞപ്പോൾ പിന്നെ ശ്യാം അങ്ങ് ഒതുങ്ങി നിൽക്കുകയാണ്. അപ്പോൾ ഇനി ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല, ഇവരോട് പറയാനായിട്ടില്ല എന്നുള്ള ശ്യാമക്കൊരു ബോധം വരികയാണ്. അപ്പോൾ ശ്യാമക്ക് ചെറിയൊരു സങ്കടമുണ്ട്. കാരണം മകളാണെന്ന് എല്ലാവരും മുന്നിലൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ അതിന് പറ്റുന്നില്ലല്ലോ എന്നുള്ള
നല്ലൊരു സങ്കടം തന്നെയാണ് ശ്യാമക്കുള്ളത്. അപ്പോൾ ശ്യാമ വേഗം മുഖത്തുനിന്ന് പിന്നെ എങ്ങനെയെങ്കിലും വരുണിനോട് എന്ന് ചോദിച്ചാൽ വരുണെങ്കിലും പറയല്ലോ എന്നുള്ള ഒരു ചെറിയൊരു പ്രതീക്ഷയിൽ വരുണിൻ്റെ മുഖത്ത് നോക്കണം. അപ്പം വരുണ് വല്ല ആക്ഷൻ കാട്ടുകയാണ്. ഇപ്പം പറയേണ്ട, വേറെ അവസരത്ത് പറയാമെന്നുള്ള അവനും മെല്ലെ ഇങ്ങനെ ഒന്ന് ആക്ഷൻ കാണിച്ച് വിടുകയാണ്. അപ്പോൾ പിന്നെ ശ്യാമ ഒന്ന് ഒതുങ്ങുകയാണ്. എന്തായാലും ഇപ്പോൾ ഇനി പറയണ്ട എന്നുള്ള മട്ടിൽ തന്നെ ശ്യാമ നിൽക്കുകയാണ്. അപ്പം രാധികനോട് പിന്നെ ഇങ്ങനെ ശ്യാം സംസാരിക്കുന്നൊക്കെ ഉണ്ട്. നല്ല മനോഹരമായിട്ടുള്ള പാട്ടാണ് കേട്ടോ, നല്ല ശബ്ദമാണ് എന്നൊക്കെ ഇങ്ങനെ ഇവരോട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ രാധിക പറയുന്നുണ്ട്, എനിക്ക് ശ്യാമ മേഡത്തിൻ്റെ ഒരു അനുഗ്രഹം വേണം, ഞാൻ ഇന്ന് കാല് തൊട്ടൊന്ന് വണങ്ങിക്കോട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ ഇവർ പറയുന്നുണ്ട്, എൻ്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാകും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അവളങ്ങ് അനുഗ്രഹിക്കുകയാണ്. അവൾ കാൽ തൊട്ട് വണങ്ങുന്നൊക്കെ ഉണ്ട്. എന്നിട്ട് അവരിങ്ങനെ ഒന്നുകൂടി ഒന്ന് ഹഗ് ചെയ്ത് പിന്നെ ശ്യാം ഇങ്ങനെ പറയുന്നുണ്ട്, എന്തായാലും എനിക്ക് പോകാനുള്ള സമയമായിട്ടുണ്ട്, നമുക്ക് പിന്നെ കാണാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അവളോട് യാത്ര പറയാണ്. അപ്പോൾ യാത്ര പറയുമ്പോൾ അവൾ നമുക്ക് ഇനി ആ ഒരു അവസരത്ത് കാണാം, നമ്മളിത് ആദ്യമായിട്ട് കാണാനെന്നുള്ള ആ ഒരു എക്സൈറ്റ്മെൻറ്റ് നന്നായിട്ടുണ്ട്. ഇവൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഇന്ന്, കാരണം അത്രയും വലിയൊരു ആഗ്രഹമാണ് സാധിച്ച് കിട്ടിയത് തന്നെ. അപ്പോൾ ശ്യാമനോട് ഇവളിങ്ങനെ കണ്ണെടുക്കാതെ തന്നെ ശ്യാമനെ തന്നെ നോക്കി നിൽക്കണേ. അവൾ വേറെ എവിടെയും ഫോക്കസ് ചെയ്യാതെ ശ്യാമനെ തന്നെ നോക്കി നിൽക്കണേ. അത്രയും നല്ലൊരു വലിയൊരു ഗായിക, അതും അടുത്ത് നിൽക്കുകയാണ്. അപ്പോൾ ഇവളിങ്ങനെ പറയുന്നുണ്ട്, ഞാനൊന്ന് തൊട്ടു. ആദ്യം തന്നെ അവൾ പറയുന്നത്, ഞാൻ തൊട്ട് നോക്കിക്കോട്ടെ, അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മളും അങ്ങനെ വലിയൊരു ഫാൻസിനൊക്കെ കണ്ടാലൊക്കെ അങ്ങനെ ചെയ്യുന്ന പോലെ അവൾക്കും ഒരുപാട് ക്യൂരിയോസിറ്റിയൊക്കെ ഇങ്ങനെ ഓരോന്ന് തോന്നുകയൊക്കെ ഉണ്ട്. അപ്പോൾ അവസാനം ശ്യാമ പറയാണ്, ഞാൻ പോവുകയാണ്, സമയമായിട്ടുണ്ട്, എന്നാൽ നമുക്ക് പിന്നെ അവസരത്തിൽ കാണാം എന്നൊക്കെ പറഞ്ഞിട്ട് അവർ എല്ലാവരോടും യാത്ര പറയാണ്. അവർ യാത്ര പറഞ്ഞ് അങ്ങ് പോവുകയാണ്. അവൻ പോയി കഴിഞ്ഞതിന് ശേഷം പിന്നെ രാധിക ഇങ്ങനെ ആരതിനോടും അതുപോലെ തന്നെ വരുണിനോടും ഇങ്ങനെ പറയുന്നുണ്ട്, ഞാൻ ഇത്രയും വലിയൊരു ആരാധികനെ നേരിട്ട് കാണുമെന്ന് വിചാരിച്ചിട്ട് തന്നെയല്ല, ഇതൊക്കെ സ്വപ്നമാണോ, എനിക്ക് ഇത്ര വലിയ ഭാഗ്യമൊക്കെ ഉണ്ടോ എന്നൊക്കെ ഇങ്ങനെ ഇവളോട് ഇങ്ങനെ സംസാരിക്കുകയാണ്. അപ്പോൾ ഇവൾ പിന്നെ നേരെ ആ നടയിൽ അങ്ങ് മുട്ടുകുത്തി ഇരുന്നൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട്. കാരണം അത്രയും വലിയൊരു അവളുടെ ആഗ്രഹമാണ് സാധിച്ചു കൊടുത്തത്. അപ്പോൾ അതിനുള്ളൊരു നന്ദിയാണിത് എന്നൊക്കെ പറഞ്ഞ് അവൾ മുട്ടുകുത്തിയിരുന്ന് അങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ആരതി അവളെ പിടിച്ച് എഴുന്നേൽപ്പിക്കുന്നുണ്ട്, എന്താ നീ എണീക്ക്, വാ നമുക്ക് പോകാനായിട്ടുണ്ട്, നമുക്ക് പോകാം, ഇനി മറ്റൊരവസരത്തിൽ നമുക്ക് എന്തായാലും കാണാം. ഇപ്പം നിങ്ങൾ പരിചയക്കാരായില്ലേ, ഇപ്പം നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പരിചയപ്പെട്ടല്ലോ, ഇനി നിനക്ക് എപ്പം വേണമെങ്കിലും അവരെ വീട്ടിൽ പോയി നിനക്ക് കാണാമല്ലോ. അതുകൊണ്ട് അക്കാര്യത്തിൽ നീ ഭാഗ്യം തന്നെയാണ്, നിനക്ക് എന്ത് ആഗ്രഹം ഉണ്ടെങ്കിലും നിനക്ക് എപ്പോൾ എന്ത് തോന്നുകയാണെങ്കിലൊക്കെ അവിടെ നേരിട്ട് അങ്ങ് പോയി പറയാലോ എന്നൊക്കെ ഇങ്ങനെ ആരതി അവളോട് പറയുമ്പോൾ ഇവൾക്ക് ഭയങ്കര സന്തോഷമാവാണ്. അപ്പോൾ ഇവളിങ്ങനെ ആരതിനോടൊക്കെ നന്ദി പറയുന്നുണ്ട്. കാരണം ആരതിയും വരുണും കൂടിയിട്ടാണ് എനിക്ക് ഇത്രയും വലിയൊരു അവസരം ഉണ്ടാക്കി തന്നത്, അതിന് നിങ്ങൾ രണ്ടാൾക്കും വലിയ പങ്ക് തന്നെയാണ്, എന്തായാലും നന്ദി എന്നൊക്കെ പറഞ്ഞ് ഇവരൊക്കെ നന്ദി പറയാണ് അവൾ. അപ്പോൾ പിന്നെ അവർ രണ്ടുപേരും പറയുന്നുണ്ട്, വാ നമുക്കിന്ന് പോകാം, എന്തായാലും പരിപാടിയൊക്കെ കഴിഞ്ഞാലേ, വാ നമുക്ക് പോകാം എന്നൊക്കെ പറഞ്ഞിട്ട് അവരും തിരിച്ചു പോകുന്നു. പിന്നെ നമ്മുടെ സുകുമാരി മുത്തശ്ശിയും പ്രിയങ്കയും അവരുടെ കാര്യമാണെങ്കിൽ ഫുള്ള് കോമഡിയാണ്. അവരാണെങ്കിൽ ആ ഷൂട്ടിങ്ങിൽ എന്തായാലും സെറ്റായി അവർ ഷൂട്ടിങ് തുടങ്ങുകയാണ്. ഇവരുടെ വിചാരം, ഈ സുകുമാരി മുത്തശ്ശിയുടെ വിചാരം, ഈ ഷൂട്ടിംഗ് ലൊക്കേഷനിലെ നായിക എന്ന് പറയുന്നത് ഇവരുടെ പ്രിയങ്കയാണ് എന്നുള്ളത്. ആ ഒരു മട്ടിലാണ് ഈ സുകുമാരി മുത്തശ്ശി അവിടെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടുത്തെ അഹങ്കാരം ഇതൊക്കെ കണ്ടാൽ ഇവൾ വലിയ ഒരു ഹീറോയിനായിട്ട് അഭിനയിക്കാൻ പോകാണെന്ന്, വെറും ഒരു തൊഴിലുറപ്പ് തൊഴിലാളിയായിട്ടാണ് അഭിനയിക്കുന്നത് എന്നുള്ള ചിന്ത തന്നെ ഇല്ല. അപ്പോൾ സുകുമാരി മുത്തശ്ശി അവിടെ കസേരയിൽ ഇങ്ങനെ ഇരുന്ന് അഹങ്കാരം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെയാണെങ്കിൽ കുറേ വർക്കേഴ്സ് ഉണ്ട്, അതുപോലെ പ്രൊഡ്യൂസേഴ്സും ഡയറക്ടേഴ്സും എല്ലാവരും കൂടി ഇങ്ങനെ ഭയങ്കര ബഹളമാണ് ആ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ. അപ്പോൾ ഈ അഭിനയിക്കുന്ന ആളുകൾക്കൊക്കെ ഇങ്ങനെ ഓരോ ഡയലോഗൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഇവരിങ്ങനെ പറയുന്നുമുണ്ട്. അപ്പോൾ ഈ സുകുമാരി മുത്തശ്ശി അതൊക്കെ കണ്ടിട്ട് ഇങ്ങനെ വലിയ അഹങ്കാരം പറയുന്നുണ്ട്, അല്ല ഇവന്മാരിത് എന്താ ഇങ്ങനെ ഡയലോഗ് ഓരോ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഒരു വട്ടം അങ്ങ് പറഞ്ഞു കൊടുത്താൽ പോരാ, പിന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഈ പ്രിയങ്കക്ക് എങ്ങനെയെങ്കിലും മുത്തശ്ശി ഒന്നും മിണ്ടാതിരിക്കണം എന്നുള്ള ഒരു ചെറിയ ആഗ്രഹമൊക്കെ അവൾക്കുണ്ട്. പക്ഷെ അവളിങ്ങനെ പറയുന്നുണ്ട്, മുത്തശ്ശി ഒന്നും മിണ്ടാതിരിക്കുക, കാരണം അതാ പ്രൊഡ്യൂസർക്ക് അല്ല പൈസ ചിലവാക്കുന്നത്, അപ്പോൾ പ്രൊഡ്യൂസർക്ക് ഉണ്ടാവില്ല ശരിക്കും അഭിനയിക്കണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവുക, അതുകൊണ്ട് അവരെ ഒന്ന് വെറുതെ വിട്ടേക്ക് മുത്തശ്ശി എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ സുകുമാരി മുത്തശ്ശി അറിയുന്നുണ്ട്, എന്ന് വിചാരിച്ച് ഈ പ്രൊഡ്യൂസറെ ഈ സിനിമയും കഴിഞ്ഞിട്ട് കുത്തുവാള എടുത്ത് ആ വഴിവക്കിലൊക്കെ നിൽക്കുന്നത് ഇനി നമുക്കും കാണാം, ഇമാതിരി അവനെയൊക്കെ വെച്ചാൽ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഇമാതിരി കാര്യങ്ങളൊക്കെ ചെയ്താൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരെ വായി തോന്നുന്നൊക്കെ ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പ്രിയങ്കയ്ക്കും ആണെങ്കിൽ ചിന്തയില്ല, കാരണം ഇമാതിരി വാക്കുകളൊക്കെ ഇങ്ങനെ പറഞ്ഞാൽ ആളുകളൊക്കെ കേട്ടാൽ എന്തായാലും ഇവരെ അവിടെ നിന്ന് പിടിച്ച് പുറത്താക്കും എന്നുള്ളൊരു ചിന്ത ഒന്നുമില്ല. കാരണം അവരെ കയ്യും കാലും പിടിച്ചിട്ടൊക്കെ ഒരു ചെറിയൊരു ചാൻസ് കിട്ടിയതാണ്. ആ ഒരു ചെറിയ ചാൻസിൽ ഇത്രയും അഹങ്കാരമൊക്കെ കാണിച്ചാൽ അവർക്ക് ഓൾറെഡി ഒരു പാസ്റ്റ് ഉള്ളതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം അതുപോലൊക്കെ തന്നെ ചെയ്താൽ അവരെ ഔട്ടാക്കും എന്നുള്ള കറക്റ്റ് ബോധം ഇവർക്ക്
ഒട്ടും ഇല്ല എന്ന് തന്നെ പറയാം. പ്രിയങ്കക്കെങ്കിലും ഒന്ന് ചിന്തിച്ചാൽ മതി ഈ സുകുമാരിയുടെ ഈ ഒരു ക്യാരക്ടർ വെച്ചിട്ട് അവരെ അവിടെ നിന്ന് പുറത്താക്കും എന്നുള്ള കാര്യം. പക്ഷെ അവളും അങ്ങനെ ചിന്തിക്കുന്നില്ല. പക്ഷെ അവൾക്കൊരാഗ്രഹമുണ്ട് ഈ സുകുമാരി മുത്തശ്ശി ഒന്ന് മിണ്ടാതെ ഇരുന്നെങ്കിൽ എന്നൊക്കെ. ആ സമയത്താണ് ആ നായിക അവിടേക്ക് ഒരാളിങ്ങനെ കുടയും പിടിച്ചുകൊണ്ട് കുടയും ചൂടി ഇങ്ങനെ വരികയാണ്. അപ്പോൾ നായികയുടെ പിറകിൽ ആ ഒരു അസിസ്റ്റൻറ്റും ഉണ്ട്. അപ്പോൾ ഇവരിങ്ങനെ കുട ചൂടി കൊടുക്കുന്നത് കണ്ടപ്പോൾ പിന്നെ സുകുമാരി മുത്തശ്ശിക്ക് അങ്ങ് കലി വരികയാണ്. എന്താ അറിയില്ല, ഈ പെണ്ണിനെ കണ്ട അപ്പം സുകുമാരി മുത്തശ്ശിക്ക് കലി വരികയാണ്. ആ ഒന്ന് പ്രിയങ്ക അല്ലല്ലോ അവിടെ നായിക, ആ പെണ്ണാണ് നായിക. അതുകൊണ്ടുള്ള ഒരു ചെറിയൊരു അഹങ്കാരമാണ്. അപ്പോൾ ഈ സുകുമാരി മുത്തശ്ശി അറിഞ്ഞിട്ട്, ഡാ ചെറുക്ക, ഇതെന്താ ഞങ്ങൾക്ക് മാത്രം കുടയൊന്നുമില്ലേ, അവർക്ക് മാത്രം കുടയുള്ളൂ, അവരുടെ പിറകെ ഇങ്ങനെ കുടയും ചൂടി നടക്കുന്നത്, ഞങ്ങൾക്കും കൂടി കുട ചൂടി താ എന്നൊക്കെ പറയുമ്പോൾ ഒരാൾ വന്നിട്ട് അവർക്ക് കുടയൊക്കെ ചൂടി കൊടുക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ അവരുടെ മുന്നിലും നമ്മുടെ സുകുമാരി മുത്തശ്ശി ഭയങ്കര അഹങ്കാരം കാണിക്കുകയാണ്. ഓ ശരിക്കും പിടിക്കടാ, അങ്ങോട്ട് നീക്കി പിടിക്ക് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ ഈ നായിക ഇങ്ങനെ കാണണം. അപ്പം നായികക്ക് ഇതൊന്നും അത്ര വലിയ ഇഷ്ടമൊന്നുമില്ല. തീരെ ഒരു മാനേഴ്സ് ഇല്ലാതെ ഒരാളോടും ബഹുമാനം ഇല്ലാതൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ നായിക നേരെ പോയിട്ട് ആ ഡയറക്ടറിനോട് സംസാരിക്കുകയാണ്. എങ്ങനെ നിങ്ങൾ ഇത്ര ഈ കൾച്ചർലെസ് ആയിട്ടുള്ള ആളുകളോടൊക്കെ ഇങ്ങനെ കോപ്പറേറ്റ് ചെയ്യുന്നത്, ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ഈ നായിക ചോദിക്കുകയാണ്. അപ്പോൾ ആ ഡയറക്ടർക്ക് ഒരു മടുപ്പ് വരികയാണ്. കാരണം ഒരു ബഹുമാനമൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാതെ സെറ്റിൽ എങ്ങനെ ബിഹേവ് ചെയ്യേണ്ടത് എന്നുള്ളൊരു കാര്യം പോലും അറിയാതെ ഇങ്ങനെയുള്ള അവന്മാരുടെ കൂടെ ഒന്ന് വർക്ക് ചെയ്യണോ എന്നൊക്കെ ഇങ്ങനെ ഒരു ചിന്ത എന്തായാലും പ്രൊഡ്യൂസർക്ക് വരികയാണ്. അപ്പോൾ പ്രൊഡ്യൂസർ അറിയുന്നുണ്ട്, ആ ശരത്ത് എവിടെ, ശരത്താണ് അവരാക്കിയത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ശരത്താണെങ്കിൽ അപ്പുറത്തുനിന്ന് ഈ മുത്തശ്ശി എന്താ ഓരോന്ന് വിളിച്ചു പറയുന്നുണ്ടല്ലോ, ആകെ കൊളാക്കും എന്നുള്ള മട്ടിൽ ശരത്ത് അവിടെ സൈഡിൽ നിൽക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ശരത്ത് ഇങ്ങോട്ട് വാ എന്നൊക്കെ ഈ ഡയറക്ടർ പറയുമ്പോൾ നേരെ ശരത്ത് അവിടെ പോവാണ്. അപ്പോൾ ഡയറക്ടർ ചോദിക്കുന്നുണ്ട്, ഇടോ തന്നോട് ഞാൻ 1000 വട്ടം പറഞ്ഞതാണ്, എനിക്ക് അവരെ കൂടെ അഭിനയിപ്പിക്കാൻ യാതൊരു താല്പര്യമില്ല, പിന്നെ നീ പറഞ്ഞുകൊണ്ടാണ് ഞാൻ അതുപോലെയൊക്കെ ഒന്ന് ചെയ്തത്, എന്നിട്ട് ആ തള്ളയുടെ വായിൽ നിന്ന് എന്തൊക്കെയാണ് വരുന്നത്, അതുകൊണ്ടേ ഇവരെ എൻ്റെ സിനിമയിൽ അഭിനയിക്കണമെന്ന് എനിക്ക് യാതൊരു മോഹമില്ല, വിളിച്ചുകൊണ്ട് പോടാ അവന്മാരെ രണ്ടാഴ്ചയും എന്നൊക്കെ ഇങ്ങനെ പറയുന്ന ആ ഡയറക്ടർ അങ്ങ് അവിടെ നിന്ന് പോവാണ്. അപ്പം നമുക്ക് മനസ്സിലാക്കാം അവരുടെ ആ ചാൻസ് അവിടെ പോയിട്ടുണ്ടെന്ന്. അപ്പോൾ പിന്നെ ശരത്ത് സോറി സാർ എന്നൊക്കെ പറഞ്ഞിട്ട് നേരെ ഇവരുടെ അടുത്തൊക്കെ അങ്ങ് ചെല്ലുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഇവരോട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറയാണ്, നിങ്ങളോട് ഞാൻ പറഞ്ഞതല്ലേ ഇങ്ങനെയൊന്നും ചെയ്യരുത്, നല്ല മാന്യമായിട്ട് ബിഹേവ് ചെയ്യണമെന്ന്, എന്തൊരു അഹങ്കാരമാണ് ഇവിടെ കാണിച്ചു കൂട്ടുന്നത്, എന്തൊക്കെയാണ് ഇവിടെ നിന്ന് വിളിച്ച് പറയുന്നത് എന്നൊക്കെ ഇങ്ങനെ ഇവരിങ്ങനെ പറയുമ്പോൾ ഈ സുകുമാരി മുത്തശ്ശി അറിയണ്ടേ, ഓ എന്താ അഹങ്കാരം, ഞങ്ങൾക്ക് കിട്ടേണ്ട നീതിയാണ്, ഞങ്ങൾക്ക് കിട്ടേണ്ട ഓരോ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്, നീ കണ്ടിട്ടില്ലേ അവിടെയുള്ള അവന്മാർക്കൊക്കെ കുട പിടിച്ചു കൊടുക്കുന്നു, ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നു, എൻ്റെ മോളെന്താ ഇവിടെ വെറുതെ വന്നതാണ്, എൻ്റെ മകളും നായികയല്ലേ, എൻ്റെ മകളും വലിയ അഭിനയിക്കുന്ന ഒരാൾ തന്നെയല്ലേ, പിന്നെ കുറച്ച് കാലം ലീവ് എടുത്തു എന്ന് വിചാരിച്ചിട്ട് അവൾ നായിക അല്ലാതെ ആവുന്നതില്ല, അവളും കുറേ സിനിമയിലൊക്കെ അഭിനയിച്ചതാണ്, അവൾ പിന്നെ കുറച്ച് ലീവ് എടുത്തു പോയി എന്ന് വിചാരിച്ച് ഇവൾക്ക് വേണ്ടേ ഓരോ പരിഗണനയൊക്കെ, ഇവൾക്കും വേണ്ടേ അവരെ പോലെ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ഇവൾക്കും ചെയ്ത് കൊടുക്കണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ സുകുമാരി മുത്തശ്ശി അവളുടെ അഹങ്കാരം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് വലിയ കാര്യങ്ങളൊക്കെ കിട്ടണം, അവർക്ക് കുട പിടിച്ചു കൊടുക്കണം, അവർക്ക് എന്തൊക്കെ വേണം, അത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ഈ സുകുമാരി മുത്തശ്ശി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ശരത്തിനാണെങ്കിൽ തലവേദന എടുക്കുന്നുണ്ട്. കാരണം ശരത്തുകാരനാണ് ആ ഒരു അവസരം തന്നെ അവർക്ക് ഉണ്ടാക്കി കൊടുത്തത്. പക്ഷേ ഇവരതൊക്കെ കിടന്ന് അങ്ങ് കൊളമാക്കുകയാണ്. അപ്പോൾ അക്കാര്യത്തിലാണെങ്കിൽ ശരത്തിന് ചെറിയൊരു ടെൻഷനൊക്കെ ഉണ്ട്. എന്തായാലും ഇവരുടെ അവസരം പോയി എന്നുള്ള കാര്യം എന്തായാലും ശരത്ത് പറഞ്ഞിട്ടില്ല. അതിന് മുന്നേ തന്നെ ശരത്ത് പറയുന്നുണ്ട്, നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്താൽ അവസരം പോകും എന്നൊക്കെ ഇവരോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സുകുമാര മുത്തശ്ശി അവരുടെ അഹങ്കാരം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് ഇങ്ങനെ കിട്ടണം അങ്ങനെ കിട്ടണം എന്നൊക്കെ പറയുന്ന അവസരത്തിലാണ് എന്തായാലും എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പം നാളത്തെ എപ്പിസോഡിൽ എന്തായാലും നമുക്ക് ഈ പ്രിയങ്കയുടെ ഈ സിനിമ ചാൻസ് അവസാനിക്കുന്നത് കാണാം. അപ്പം മിക്കവാറും ഇനി സിനിമ ചാൻസൊക്കെ അവസാനിച്ച് അവരുടെ അവിടെ നിന്ന് പുറത്താക്കുന്നത് ഈ കാര്യം. അപ്പോൾ ഈ ഒരു ക്യാരക്ടറൊന്നും അവർക്ക് സഹിക്കാൻ കഴിയത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവർ അവിടെ നിന്ന് പുറത്താക്കി അങ്ങനെ കിട്ടിയ അവസരമൊക്കെ പോയി അങ്ങനെ പ്രിയങ്ക തേരാപാരം നടക്കുന്നതായിരിക്കും ഇനി കാണുന്നത് എന്നാണ് തോന്നുന്നത്. മിക്കവാറും ഈ പ്രിയങ്ക ഇനി മനസ്സിലാക്കുമായിരിക്കും സുകുമാര മുത്തശ്ശിനെയും കൊണ്ട് ഇനി ഏത് ലൊക്കേഷനിൽ പോയാലും അവർക്ക് ആ കിട്ടിയ അവസരം കൂടി നഷ്ടമാക്കാനുള്ള ചാൻസ് ഉണ്ടെന്ന് ഇനിയെങ്കിലും പ്രിയങ്ക ഒന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കുന്നതാണ് തോന്നുന്നത്. കാരണം ഇതുവരെ പ്രിയങ്കക്ക് അങ്ങനെ ഒരു ചിന്താഗതി വന്നിട്ടില്ല. മുത്തശ്ശിനെയും കൊണ്ട് എങ്ങോട്ട് പോയാലും പ്രശ്നങ്ങളാണ് എന്നുള്ള കാര്യങ്ങളൊന്നും ഇതുവരെ ആ പ്രിയങ്ക ചിന്തിച്ചിട്ട് പോലുമില്ല. അപ്പോൾ ഇവളുടെ കഷ്ടപ്പെട്ട് കാല് പിടിച്ച് കിട്ടിയ ഒരു അവസരമാണ് നഷ്ടമാക്കിയത്. അതാണെങ്കിൽ ഈ ശരത്ത് പറയുന്നുണ്ട് ഇവരോട്, നമ്മളെങ്ങനെയാണ് ഷൂട്ടിങ്ങിന് ഇവിടുന്ന് വന്നതും
നമ്മൾ എങ്ങനെയാണ് ഈ അവസരം ഉണ്ടാക്കിയതെന്നൊന്നും ചിന്തിച്ചിട്ടില്ലല്ലോ. നമ്മൾ ഇവരുടെ കാല് പിടിച്ചിട്ട് അഭിനയിക്കാൻ ഒരു ചെറിയ ചാൻസ് കിട്ടിയത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ സുകുമാരി മുത്തശ്ശി വലിയ അഹങ്കാരത്ത് പറയുന്നുണ്ട്. അതിനെ കാല് പിടിച്ചിട്ടാണെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം എന്ന് വിചാരിച്ച് ഈ ഞങ്ങൾക്ക് വേണ്ട പ്രിയോറിറ്റിയൊക്കെ ഞങ്ങൾക്ക് വേണ്ട എന്നൊക്കെ ഇങ്ങനെയാണ് സുകുമാരി മുത്തശ്ശി ചോദിക്കുന്നത്. മിക്കവാറും നാളെ ശരത്ത് ആ കാര്യം പറയുമായിരിക്കും. ഇവരെ ഇവിടുന്ന് പുറത്താക്കിയിട്ടുണ്ട്, ഇവിടുന്ന് അഭിനയിക്കേണ്ട എന്നൊക്കെയാണ് പ്രൊഡ്യൂസർ പറയുന്നത്. അതുകൊണ്ട് നമുക്ക് ഇവിടുന്ന് പോകാം എന്നൊക്കെ പറഞ്ഞ് അവർ 3 പേരും കെട്ടി പോകാനുള്ള സർവ്വ ചാൻസും കാണുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി നാളത്തെ എപ്പിസോഡിൽ എന്തൊക്കെ സംഭവിക്കുക എന്നൊക്കെ നോക്കാം. മിക്കവാറും ഇത് തന്നെ ആയിരിക്കും സംഭവിക്കുന്നതെന്നൊക്കെ തോന്നുന്നത്. അപ്പോൾ ഓക്കെ, ബൈ ഓൾ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ നാളെ കാണാം.